ഹരേ കൃഷ്ണ. ഫ്രണ്ടിൽ പോളാമാ. ഹരേ കൃഷ്ണ. നമ്മൾ 108 പേരുടെ ഭക്ഷണം കൊടുത്തു. ഇനി ബാലൻസ് ആൾക്കാരുടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. 108 പേരുടേത് കൊടുത്തു. ഇനിയും കൊടുക്കാനുണ്ട്. ഇന്ന് 251 പേരുടെ ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം 108 കഴിഞ്ഞു. ഇനി ബാലൻസ് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പം ഇനി ആരൊക്കെയാണ് ഫുഡ് വാങ്ങിക്കുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, 251 പേരുടെ ഭക്ഷണമാണ് ഹനുമത് ജയന്തിയോട് പ്രമാണിച്ച് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ കാരണം 251 പേര് തെരുവിൽ എന്താ പറയുക, വിശപ്പറിയാതെ കിടന്നുറങ്ങാണ്. കുറച്ച് ആൾക്കാരൊന്നല്ല, 251 ആൾക്കാർ. അത് എത്ര വലിയൊരു അനുഗ്രഹം നോക്കിക്കേ, എത്ര വലിയൊരു സന്തോഷം നോക്കിക്കേ. ഇതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ പാവമായ എത്രയോ ആളുകൾ ഭക്ഷണവും വസ്ത്രവും ഇല്ലാതെ തെരുവിൽ കിടക്കുന്ന അവരെ തേടി പിടിച്ച് നമ്മൾ ഈ പാതിരാത്രിക്കാണെങ്കിലും ഭക്ഷണം എത്തിച്ചു കൊടുക്കണ. ഈ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിലും ഭക്ഷണം ഇല്ലാതെ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയ ടാസ്ക്കാണ്. എല്ലാവർക്കും അറിയാം, സമയം രാത്രി 10 മണി കഴിഞ്ഞു. പക്ഷെ നമ്മളിപ്പോഴും അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും റിസ്ക് എടുത്ത് നമ്മൾ വന്നിരിക്കുകയാണ്, തെരുവിലുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബെസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഹരേ കൃഷ്ണ. എല്ലാവരും ഭക്ഷണം കഴിച്ചു. നമ്മളിനി വീട്ടിൽ ചെന്ന് കുളിച്ച് എന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല ടയർഡാണ്. എന്നാ അച്ഛേ, എന്താണ് പ്രശ്നം? ആര്? ഞാനോ? ഞാൻ ഇത്രയും നേരം കൊടുത്തോണ്ടിരുന്നു. നിങ്ങൾക്ക് എന്താ ജോലി? അങ്ങനെയൊന്നുമില്ല, കൊടുക്ക്, ഞാൻ പുറത്തു നിന്ന് എടുത്തോളാം. എന്തിനാ ഇവിടെ ഇരിക്കണത്? വേഗം വേഗം കൊടുത്തൊഴിവാക്കണം. കാരണം എന്താ അറിയോ, ബ്ലോക്ക് വരുമ്പോഴാണ് ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മളോട്. ആ, ഹരേ കൃഷ്ണ. നല്ല ടയർഡായിപ്പോയി. കുറച്ചെണ്ണ എടുത്ത് സെറ്റാക്കി വെക്കി, വേഗം വേഗം. തമാശ കളിക്കല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട്. 2 എണ്ണത്തിനെയും കൂടി ഉണ്ടല്ലോ പിടിച്ചിട്ട്. ഈ ആൾക്കാർ വന്നാലേ ഇവിടെ മലവെള്ളപ്പാച്ചിലി പോലെയാണ്, അറിയാലോ. പൊന്നെ, ചില സമയത്ത് അവരുടെ സ്വഭാവം എപ്പം മറന്നു പറയാൻ പറ്റൂല. അവര് വിശന്നിരിക്കുന്ന ആൾക്കാരാണല്ലേ, വട്ട് പിടിച്ച പോലെ ഓടി വരും ആൾക്കാർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ലൈനൊന്നും ചിലപ്പോ നിൽക്കൂലടേ. അതോ വരുന്നുണ്ട് മക്കളെ, ആ മക്കളെ ഇതേ വരുന്നുണ്ട്. വാങ്ങിക്കോങ്ക വാങ്ങിക്കോങ്ക. നമസ്തേ. ഹരേ കൃഷ്ണ. വാങ്ങിക്കോങ്ക അപ്പ 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 വാങ്ങിക്കോങ്ക വാങ്ങിക്കോങ്ക. வாங்கிக்கோங்க வாங்கிக்கோங்கப்பா, வாங்கிக்கோங்க. வண்டி 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 பார்த்து போங்க. ഓടി വരുന്നുണ്ടോ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്? ഒരു നേരത്തെ ഭക്ഷണത്തിനാണ് ഈ ഒരു കഷ്ടപ്പാടെന്നൊന്ന് ആലോചിക്കണം. ഒരു നേരത്തെ ഭക്ഷണം. അയ്യാ വണ്ടി പാരുക, വണ്ടി പാത്ത് വാങ്ങ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഇവർ കഷ്ടപ്പെടുന്നത്. ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ആളുകളാണ് മഞ്ചരീസിലൂടെ ഭക്ഷണം കഴിച്ചിട്ട് രാത്രി സ്വസ്ഥമായി കിടന്നുറങ്ങുന്നത്. നല്ലവരുമുണ്ട്, ആരോഗ്യമുള്ളവരുണ്ട്, ഇല്ലാത്തവരുമുണ്ട്, വയ്യാത്തവരുമുണ്ട്, എല്ലാം ഉണ്ട്. തമ്പി ഫ്രൂട്ട്സ് വാങ്ങിക്കോപ്പാ. ശരി. അപ്പോൾ നമ്മൾ ആർക്കാണെങ്കിലും വാങ്ങിക്കോങ്ക അയ്യാ, വാങ്ങിക്കോങ്ക വാങ്ങിക്കോങ്ക. കണ്ടോ,
സാർ ഫ്രൂട്ട്സ് சார் வாங்க. அம்மா ஒரு செட்டு கொடுமா, ஒரு செட்டு கொடுமா, ஒரு செட்டு கொடுங்கம்மா. ശരി സാർ. അതൊരു ഓട്ടോക്കാരൻ ചേട്ടനായിരുന്നു. അപ്പം അദ്ദേഹത്തിന് വേഗം വാങ്ങിച്ചു കൊടുത്ത. സവാരി പോകുന്നല്ലേ. അവര് എത്രമാത്രം ഇതാന്ന് നോക്കി. എനിക്ക് കാണുമ്പോൾ എന്തൊരു സന്തോഷമെന്നറിയാം. ഇത് ഉള്ളതെല്ലാം ഇവിടെ കൊടുത്തേക്ക് ഇട്ടാ. ഇനി അങ്ങോട്ട് പോണ്ട. അവിടെ ഇനിയിപ്പോൾ നാളെ കൊടുക്കാം. നമ്മൾ ഹാഫ് ആൻ അവർ പറഞ്ഞതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇല്ല അമ്മേ, ഇവിടെ അടിയാവോ ഇനി? നോക്കിക്കേ, അവിടെ ഒരു ചെക്കനും പെണ്ണും നിന്ന് കഴിക്കുന്നത് നമ്മൾ കൊടുത്ത ഭക്ഷണം കേട്ടോ. നല്ല നല്ല ആൾക്കാരാണ്. എവിടെയോ യാത്ര പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവർ കഴിക്കുന്നുണ്ടല്ലേ. അത്രയും എത്ര ഞാൻ പറഞ്ഞേ. അയ്യോ, ഇനി ഇവിടെ അടിയാവോ ഈശ്വര. അയ്യോ, ട്രാഫിക് ബ്ലോക്ക് ആവുന്നതാണ് എനിക്ക് ടെൻഷൻ. അയ്യാ വണ്ടി പാരുങ്ക, വണ്ടി പാത്ത്, വണ്ടി പാത്ത്. നമ്മളുടെ അന്നദാനം വേണ്ടി നമുക്കൊരു വണ്ടി വേണം ശരിക്ക്. ഇപ്പം ഇന്നിപ്പോൾ 2 ട്രിപ്പ് അടിച്ചു ഞാൻ. 1400 രൂപ ഓട്ടോയ്ക്ക് കൊടുക്കണം ഇന്ന്. നോക്കിക്കേ, ഓട്ടോ ചാർജാണ് എനിക്ക് വലിയ ടാസ്ക്. 1400 രൂപ ഞാൻ ഇന്ന് ഓട്ടോയ്ക്ക് കൊടുക്കണം. 2 ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു ട്രിപ്പ് നമുക്ക് 700 രൂപയാണ്. ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും, സ്വന്തമായിട്ട് നമുക്കൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ടെൻഷൻ ഇല്ലല്ലോ. തമ്പി തമ്പി തമ്പി, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം. നമുക്കൊരു നല്ലൊരു ഒമിനി പോലത്തെ ഒരു വണ്ടി, ഒരു സെക്കൻഡ്സ് വണ്ടി കിട്ടിയാൽ മതി എനിക്ക്. ഹലോ, എപ്പോഴത്തേക്കാണ് സാർ? എന്നത്തേക്കാണ്? ഇല്ല സാർ, ഫുള്ളാണ്. ആ, നല്ലവരും അല്ലാത്തവരും എല്ലാം വാങ്ങി കഴിക്കുമ്പോൾ എത്ര എത്ര സന്തോഷമുണ്ടെന്ന് നോക്കിക്കേ. നമുക്ക് പറയാൻ പറ്റില്ല ആരുടെ കയ്യിലാണ് പൈസ ഉള്ളത്, ആരുടെ കയ്യിലാണ് പൈസ ഇല്ലാത്തതെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരൊരു നല്ല ഡ്രസ്സ് ഇട്ട് എന്ന് കരുതിയിട്ട് നമ്മൾ അവരെ അങ്ങനെ വാല്യൂ ചെയ്യാൻ പാടില്ല. അവർ കഴിക്കട്ടെ, നല്ല ഫുഡ് കഴിക്കട്ടെ. നോക്കിക്കേ, ഫ്രൂട്ട്സ് ഡബ്ബേ. എന്നെ അമ്മ நல்லா இருக்கம்மா, ഫ്രൂട്ട്സ് സാപ്പിടുങ്ക. ശരിങ്ക. എത്ര നല്ല ആളുകളും ഉണ്ട്, പാവപ്പെട്ട ആൾക്കാരും ഉണ്ട്, എല്ലാം ഉണ്ട്. അവരൊക്കെ കഴിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. നമുക്കത്രേ വേണ്ടൂ. അയ്യോടാ പാവം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അലച്ചിലാണിത്. കണ്ടോ, കഷ്ടപ്പാടാണിത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ യുദ്ധക്കെടുതിയിൽ അവർക്ക് നല്ല ഭക്ഷണം ഇല്ലാതാവുമ്പോൾ പിന്നെ അവർ വിശപ്പ് സഹിച്ച് ആ ചെറിയ കുട്ടീനൊക്കെ നോക്കിക്കേ. അവർ കണ്ടില്ലേ, എത്രയോ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ബൈക്കിലാണ് നിൽക്കുന്നത്. പക്ഷെ അവരും വാങ്ങി നമ്മുടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എത്ര സന്തോഷത്തോടെയാണ് അവർ ആ ഫ്രൂട്ട്സ് കഴിക്കുന്നത്. നമ്മൾ എത്ര ഹൈജീനിക് ആയിട്ടാണെന്നറിയോ അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. എന്തൊക്കെയുണ്ടെന്നറിയോ നിങ്ങൾക്ക് ആ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതിൽ? പപ്പായ, പേരയ്ക്ക, മുന്തിരി, പൈനാപ്പിള്, ആപ്പിള്. யாருக்கு? பேலன்ஸ் இருக்கிறது எல்லாமே கொடுத்து முடிச்சிடு. நம்ம வீட்டு போகலாம். நிறைய ஆளுங்க இங்கேயே வராங்க. പിന്നെ അവില്, കൽക്കണ്ടം, മലര്, പിന്നെ എന്താ പറയുക, പൊട്ടുകടല എല്ലാം മിക്സ് ചെയ്തൊരു ഐറ്റം. പിന്നെ സമൂസ, ഉണ്ണിയപ്പം, ഇതെല്ലാം അതിലുണ്ട്. വാട്ടർ ബോട്ടില്, പൂവമ്പഴം എല്ലാം ചേർത്താണ് നമ്മളൊരു കിറ്റ് കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് വെക്കണം, ഒരു ഡബ്ബയിൽ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടിട്ട് ചെന്നൈയിൽ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണെന്നറിയോ? 120, 130. അതേ ബ്ലിങ്കിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ 150, 180 ഒക്കെയാണ്. നമ്മൾ ഇത്രയും എന്താ പറയുക ക്വാണ്ടിറ്റി കൊടുക്കുന്നത് വെറും 151 രൂപയ്ക്കാണ്. അതും കണ്ടോ, നമ്മൾ കൊടുത്ത വാട്ടർ ബോട്ടിലൊക്കെ അവർ കുടിക്കുന്നു.
നമ്മൾ നല്ല ബയോപ്ലാസ്റ്റിക് കവറ്, ആ കവറിലൊക്കെ നമ്മൾ എത്ര നല്ല ഡബ്ബയിലാണ് അവർക്ക് കൊടുക്കുന്നത്. നമ്മൾ കൊടുത്ത സ്ഥലത്തെ തിരിച്ചു വന്ന് കൊടുക്കുന്ന ധൈര്യം എന്താണെന്നറിയോ? നമുക്കറിയാം കൊടുത്ത ഫുഡിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്. അത് അവർക്കും അറിയാം. ഒരാൾ പോലും നമ്മുടെ ഭക്ഷണത്തിന് എന്താ പറയുക ഒരു കുറ്റം പറയുകയോ അല്ലെങ്കിൽ വാങ്ങാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം അവർക്കറിയാം ആ ഫുഡിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഇതൊരു ഓട്ടോക്കാരൻ ചേട്ടനാണ്. നമ്മുടെ മുമ്പിൽ ആര് വന്നാലും ഭക്ഷണം കൊടുക്കും. അതാണ് നമ്മളുടെ ലക്ഷ്യം. വിശക്കുന്നവനല്ലാത്തവൻ ഒരിക്കലും ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടില്ല. അല്ലെങ്കിൽ ആ ഭക്ഷണത്തിന് മര്യാദ കൊടുക്കുന്നവനാണ് ആ ഭക്ഷണം വന്ന് വാങ്ങിക്കുന്നത്. 250 പേരാണ് ഇന്ന് മഞ്ചരീസിലൂടെ എന്താ പറയുക ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഒമിനി വണ്ടി, ഞാൻ വിലയൊക്കെ ചോദിച്ചു വെച്ചു, ഏകദേശം ഒരു 2.5-3 ലക്ഷം രൂപയെങ്കിലും ആവും. ഒരു ഒമിനി വണ്ടി എനിക്കിവിടെ കിട്ടിയാൽ നമുക്ക് ഒരേ ട്രിപ്പിന് ഭക്ഷണം കൊടുക്കണം. ഇന്നിപ്പോൾ ഞാൻ 1400 ആണ് ഞാൻ കൊടുക്കേണ്ടത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചതിൽ. നമ്മളിന്ന് കൊടുത്തൊപ്പിച്ചു നമ്മളിന്ന്. എനിവേ ഒരുപാട് സന്തോഷം, ഏറെ സന്തോഷം. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ മാത്രം വരട്ടെ. ഹരേ കൃഷ്ണ.